നമസ്കാരം. ലോകത്ത് ഇന്ന് സമാന്തരമായി രണ്ട് യുദ്ധങ്ങൾ നടക്കവേ വീണ്ടും സകലരെയും ആശങ്കയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരു യുദ്ധം കൂടി കടന്നു വരികയാണ്. എല്ലാം അവസാനിക്കാറായി എന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു നീക്കം. അതായത് ഇറാനിൽ വൻ ആക്രമണം നടത്തി ഇസ്രയേൽ രംഗത്തെത്തുമ്പോൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ നിരവധി ഇടങ്ങളിലാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബാക്രമണങ്ങൾ നടത്തിയെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതുമാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതും. ആക്രമണത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഇനി അറിയേണ്ടത്. ഇറാനിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലുള്ള നയതന്ത്ര പ്രതിനിധികളെ ഭാഗികമായി പിൻവലിക്കാനും അമേരിക്ക തയ്യാറെടുത്തിരുന്നു. പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ ഉയരുന്നതുകൊണ്ട് തന്നെ ഇറാഖിലെ എംബസിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നും US ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് തിരിച്ചു വരാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവാദവും നൽകി. ഇറാനുമായി ആണവ കരാർ പ്രതീക്ഷകൾ മങ്ങുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷാ അന്തരീക്ഷം ഉയർന്നു വന്നത്. സ്വദേശത്തും വിദേശത്തും അമേരിക്കക്കാരെ സുരക്ഷിതമായി നിലനിർത്തുക എന്ന പ്രതിജ്ഞാബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ബാഗ്ദാദിലെ US എംബസിയിൽ നിന്ന് അത്യാവശ്യമില്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരെയും തിരിച്ചു വരാനായി ഉത്തരവിട്ടതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രദേശം അപകടകരമായ സ്ഥലമാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ജീവനക്കാരെ മാറ്റാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. സമീപ മാസങ്ങളിൽ അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ US ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. അത്തരമൊരു നീക്കം ട്രംപ് ഭരണകൂടത്തിന്റെ സൂക്ഷ്മമായ ആണവ ചർച്ചകളെ മിക്കവാറും അട്ടിമറിക്കുകയും മേഖലയിലെ US ആസ്തികൾക്ക് നേരെ ഇറാന്റെ പ്രതികാര നടപടിക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തേക്കുമെന്ന മുന്നറിയിപ്പിലാണ് അമേരിക്കയുടെ നടപടി. ഇറാനിലെ ആണവ പദ്ധതിയെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ മേഖലയിലെ US താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് നേരത്തെ തന്നെ ഇറാൻ പ്രതിരോധ മന്ത്രി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ കൂടുതൽ നഷ്ടം അമേരിക്കയ്ക്കായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ടെഹ്റാനിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിനിടെ ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർസാദെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അതിനിടെ ആണവ സുരക്ഷാ ചട്ടങ്ങൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയായ IAEA കുറ്റപ്പെടുത്തിയിരുന്നു. ഏജൻസി ബോർഡ് ഗവർണർമാരുടെ യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയമാണ് ഇക്കാര്യം ആരോപിച്ചത്. US, UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളാണ് ഇറാനെതിരെ പ്രമേയം അവതരിപ്പിച്ചത്. രഹസ്യ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇറാൻ ഉടൻ നൽകണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. 19 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. റഷ്യയും ചൈനയും ബുർക്കിന ഫാസോയും എതിർത്തു. IAEA-യുടെ രഹസ്യ വോട്ടെടുപ്പിൽ നിന്ന് 11 രാജ്യങ്ങളാണ് വിട്ടുനിന്നതും. അതേസമയം സുരക്ഷിതമായ കേന്ദ്രത്തിൽ പുതിയ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിക്കുമെന്ന് വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ പ്രതികരിക്കുകയുമുണ്ടായി. മറ്റു നടപടികളും ആലോചിക്കുന്നുമുണ്ട്. ഈ രാഷ്ട്രീയ പ്രമേയത്തിന് മറുപടി നൽകുകയല്ലാതെ ഇറാന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയവും ആണവോർജ ഓർഗനൈസേഷനും പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന ഇടനാഴികളായ പേർഷ്യൻ ഗൾഫ്, ഹോമോസ് കടലിടുക്ക്, ഒമാൻ ഉൾക്കടൽ എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ജൂൺ 11 ബ്രിട്ടന്റെ മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ വഴിയുള്ള കപ്പൽ ഗതാഗതത്തെയും അത് ബാധിക്കും എന്നതിൽ ലോക വ്യാപാരം തന്നെയാണ് സ്തംഭിക്കാൻ പോകുന്നത്. സംഘർഷാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അമേരിക്ക 6ാം ഘട്ട ആണവ ചർച്ചകളും അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. ഈ വാരാന്ത്യത്തിൽ ഒമാനിൽ വെച്ച് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ കാണാൻ അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോവ് പദ്ധതിയിട്ടിരുന്നു. അതാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ ബന്ധം കൂടുതൽ വഷളായതോടെ ത്രിശങ്കുവിലായിരിക്കുന്നത്. ഇറാൻ ഇനി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ഇനി ചർച്ച കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉള്ളത്. ആണവ സജ്ജീകരണത്തിനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇറാൻ വാദിക്കുന്നത് എങ്കിലും
ആണവായുധത്തിന് ആവശ്യമായ ഫിസൈൽ മെറ്റീരിയൽ ഇറാൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രകോപനത്തിനും പ്രധാന കാരണമായിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു യുദ്ധം കൂടി വരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് തന്നെയായാലും കമന്റിൽ രേഖപ്പെടുത്തൂ. പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.